തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജീവൻ്റെ വചനം. ആദിമുതലുണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 1-ാം തിരുവചനമാണ് നിങ്ങൾ വായിച്ചു കേട്ടത്. ജോഷുവയുടെ പുസ്തകം 16-ാം അധ്യായം. എഫ്രായിമിൻ്റെ ഓഹരി. ജോസഫിൻ്റെ സന്തതികൾക്ക് നിശ്ചയിച്ചിരുന്ന സ്ഥലത്തിൻ്റെ അതിർത്തി ജെറിക്കോ നീരുറവകൾക്ക് കിഴക്ക്, ജെറിക്കോയ്ക്ക് സമീപം ജോർദാനിൽ തുടങ്ങുന്നു. അവിടെ നിന്ന് മരുഭൂമിയിലൂടെ മലമ്പ്രദേശത്ത് ബഥേലിൽ എത്തുന്നു. അവിടെ നിന്ന് ലൂസിൽ ചെന്ന് അർക്കിയരുടെ പ്രദേശമായ അത്താറോത്ത് കടക്കുന്നു. തുടർന്ന് താഴോട്ട് പടിഞ്ഞാറ് വശത്തുള്ള ജഫ്ലേത്യരുടെ ദേശത്തിലൂടെ താഴത്തെ ബെത്ത്ഹൊറോണിൽ പ്രവേശിച്ച് ഗേസർ കടന്ന് കടലിൽ അവസാനിക്കുന്നു. അങ്ങനെ ജോസഫിൻ്റെ പുത്രന്മാരായ മനാസയ്ക്കും എഫ്രായിമിനും തങ്ങളുടെ അവകാശം ലഭിച്ചു. കുടുംബക്രമമനുസരിച്ച് എഫ്രായിമിൻ്റെ മക്കൾക്ക് കിട്ടിയ ദേശങ്ങൾ താഴെ പറയുന്നവയാണ്. കിഴക്ക് അവരുടെ അവകാശത്തിൻ്റെ അതിർത്തി മുകളിലത്തെ ബെത്ത്ഹൊറോൺ വരെയുള്ള അത്താറോത്ത് ആധാറായിരുന്നു. അവിടെ നിന്ന് അത് കടൽ വരെ വ്യാപിച്ചു കിടക്കുന്നു. വടക്ക് മിക്മെത്താത്ത കിഴക്കേ അതിർത്തി താനാഷിലോ വളഞ്ഞ് കിഴക്ക് യനോവയിലെത്തുന്നു. അവിടെ നിന്ന് താഴോട്ടിറങ്ങി അത്താറോത്തിലും സാറായിലും ഞാറായിലുമെത്തി ജെറിക്കോയെ തൊട്ട് ജോർദാനിൽ അവസാനിക്കുന്നു. വീണ്ടും തപ്പുവായിൽ നിന്ന് അതിർത്തി കാനാത്തോടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുകൂടെ കടന്ന് കടലിൽ അവസാനിക്കുന്നു. എഫ്രായിം ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച അവകാശം ഇതാണ്. മനാസെ ഗോത്രത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ നീക്കിവെച്ച പട്ടണങ്ങളും ഗ്രാമങ്ങളും കൂടി എഫ്രായിം ഗോത്രത്തിന് ലഭിച്ചു. എന്നാൽ ഗേസറിൽ വസിച്ചിരുന്ന കാനാന്യരെ അവർ തുരത്തിയില്ല. അവർ ഇന്നും എഫ്രായിമിന് അടിമ വേല ചെയ്ത് ജീവിക്കുന്നു. ജോഷുവയുടെ പുസ്തകം 17-ാം അധ്യായം. മനാസയുടെ ഓഹരി. പിന്നീട് ജോസഫിൻ്റെ ആദ്യജാതനായ മനാസയുടെ ഗോത്രത്തിന് അവകാശം നൽകി. ഗിലെയാദിൻ്റെ പിതാവും മനാസയുടെ ആദ്യജാതനുമായ മാക്കീറിന് ഗിലെയാദും ബാഷാനും നൽകി. കാരണം അവൻ യുദ്ധവീരനായിരുന്നു. മനാസയുടെ ഗോത്രത്തിൽപ്പെട്ട മറ്റുള്ളവർക്കും കുടുംബക്രമമനുസരിച്ച് അവകാശം നൽകി. ഇവർ അബിയേസർ, ഹേലക്, അസ്രിയേൽ, ശെക്കേം, ഹേഫർ, ഷെമീദ എന്നിവരായിരുന്നു. ഇവർ കുടുംബക്രമമനുസരിച്ച് ജോസഫിൻ്റെ മകനായ മനാസയുടെ പിൻഗാമികളായിരുന്നു. മനാസയുടെ മകൻ മാക്കീറിൻ്റെ മകനാണ് ഗിലെയാദ്. അവൻ്റെ മകനായ സെലോഫെഹാദിന് പുത്രന്മാർ ഉണ്ടായിരുന്നില്ല, പുത്രിമാർ മാത്രം. അവർ മഹ്ല, നോവ, ഹൊഗ്ല, മിൽക്ക, തിർസ എന്നിവരായിരുന്നു. അവർ പുരോഹിതനായ എലയാസറിൻ്റെയും നൂനിൻ്റെയും മകനായ ജോഷുവയുടെയും പ്രമാണികളുടെയും മുമ്പാകെ വന്നു പറഞ്ഞു, ഞങ്ങൾ സഹോദരന്മാരോടൊപ്പം ഞങ്ങൾക്കും അവകാശം നൽകണമെന്നും കർത്താവ് മോശയോട് കൽപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ജോഷുവ അവരുടെ പിതൃസഹോദരന്മാരോടൊപ്പം അവർക്കും അവകാശം നൽകി. അങ്ങനെ മനാസയ്ക്ക് ജോർദാന് അക്കരെ കിടക്കുന്ന ഗിലെയാദും ബാഷാനും കൂടാതെ 10 ഓഹരി ലഭിച്ചു. കാരണം മനാസയുടെ പെൺമക്കൾക്കും ആൺമക്കളോടൊപ്പം ഓഹരി ലഭിച്ചു. മനാസയുടെ മറ്റ് പുത്രന്മാർക്ക് ഗിലെയാദ് അവകാശമായി കൊടുത്തു. ആഷേർ മുതൽ ഷെക്കേമിന് കിഴക്ക് മിക്മേദാത്ത് വരെ മനാസയുടെ ദേശം വ്യാപിച്ചു കിടക്കുന്നു. അതിൻ്റെ തെക്കേ അതിർത്തി തപ്പുവ വരെ നീണ്ടു കിടക്കുന്നു. തപ്പുവ ദേശം മനാസയുടെ അവകാശമായിരുന്നു. എന്നാൽ മനാസയുടെ അതിർത്തിയിലുള്ള തപ്പുവ പട്ടണം എഫ്രായിമിൻ്റെ മക്കളുടെ അവകാശമായിരുന്നു. അതിർത്തി വീണ്ടും തെക്കോട്ട് ഖാനാത്തോട് വരെ പോകുന്നു. മനാസയുടെ പട്ടണങ്ങളിൽ തോടിന് തെക്കുള്ള പട്ടണങ്ങൾ എഫ്രായിമിനുള്ളതാണ്.
മനാസയുടെ അതിർത്തി തോടിനു വടക്കേ അറ്റത്തുകൂടി പോയി കടലിൽ അവസാനിക്കുന്നു. തെക്ക് വശത്തുള്ള ദേശം എഫ്രായിമിൻ്റേതും വടക്ക് വശത്തുള്ളത് മനാസയുടേതുമാകുന്നു. സമുദ്രമാണ് അതിൻ്റെ അതിർത്തി. അത് വടക്ക് ആശേറിനോടും കിഴക്ക് ഇസാക്കറിനോടും തൊട്ടുകിടക്കുന്നു. ഇസാക്കറിലും ആശേറിലും മനാസയ്ക്ക് ബത്ത്ശെയാൻ, യിബ്ലാം, ദോർ, എൻദോർ, താനാക്ക്, മെഗീദോ എന്നിവയും അവയുടെ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ മനാസയുടെ പുത്രന്മാർക്ക് ആ പട്ടണങ്ങൾ കൈവശപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. കാനാന്യർ അവിടെ തന്നെ വസിച്ചു പോന്നു. പക്ഷേ ഇസ്രായേൽക്കാർ ശക്തി പ്രാപിച്ചപ്പോൾ അവർ കാനാന്യരെ കൊണ്ട് അടിമവേല ചെയ്യിച്ചു. അവരെ അവിടെ നിന്ന് നിശേഷം തുരത്തിയില്ല. ജോസഫിൻ്റെ സന്തതികൾ ജോഷുവയോട് ചോദിച്ചു, കർത്താവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾ ഒരു വലിയ ജനമായിരിക്കെ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു വിഹിതം മാത്രം തന്നത്? ജോഷുവ അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരു വലിയ ജനതയാണെങ്കിൽ പെരിസ്യരുടെയും റെഫായിമിൻ്റെയും ദേശങ്ങളിൽ പോയി വനം തെളിച്ച് ഭൂമി സ്വന്തമാക്കുവിൻ. എഫ്രായിമിൻ്റെ മലമ്പ്രദേശങ്ങൾ നിങ്ങൾക്ക് തീരെ അപര്യാപ്തമാണല്ലോ. അവർ പറഞ്ഞു, മലമ്പ്രദേശങ്ങൾ മതിയാകില്ല. എന്നാൽ സമതലങ്ങളിൽ വസിക്കുന്ന കാനാന്യർക്കും ബത്ത്ശെയാനിലും അതിൻ്റെ ഗ്രാമങ്ങളിലും ജസ്രേൽ താഴ്വരയിലും വസിക്കുന്നവർക്കും ഇരുമ്പ് രഥങ്ങളുണ്ട്. ജോസഫിൻ്റെ ഗോത്രങ്ങളായ എഫ്രായിമിനോടും മനാസയോടും ജോഷുവ പറഞ്ഞു, നിങ്ങൾ വലിയൊരു ജനതയാണ്, ശക്തിയുമുണ്ട്. നിങ്ങൾക്ക് ഒരോഹരി മാത്രം പോരാ. മലമ്പ്രദേശങ്ങൾ മുഴുവൻ നിങ്ങൾക്കിരിക്കട്ടെ. അത് വനമാണെങ്കിലും അതിൻ്റെ അങ്ങേ അതിർത്തി വരെ തെളിച്ച് നിങ്ങൾക്ക് സ്വന്തമാക്കിയെടുക്കാം. കാനാന്യർ ശക്തന്മാരും ഇരുമ്പ് രഥങ്ങളുള്ളവരും ആണെങ്കിലും നിങ്ങൾക്കവരെ തുരത്തി ഓടിക്കാം. ജോഷുവ 18-ാം അധ്യായം. ശേഷിച്ച 7 ഗോത്രങ്ങൾ. ഇസ്രായേൽ ജനം ഷീലോയിൽ ഒന്നിച്ചുകൂടി അവിടെ സമാഗമ കൂടാരം സ്ഥാപിച്ചു. ആ ദേശം അവർക്ക് അധീനമായിരുന്നു. ഇനിയും അവകാശം ലഭിക്കാത്ത 7 ഗോത്രങ്ങൾ ഇസ്രായേൽക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതിനാൽ ജോഷുവ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ദേശം കൈവശപ്പെടുത്താതെ എത്ര നാൾ നിങ്ങൾ അലസരായിരിക്കും? ഓരോ ഗോത്രത്തിൽ നിന്നും 3 പേരെ വീതം തെരഞ്ഞെടുക്കുവിൻ. ഞാൻ അവരെ ആ ദേശത്തേക്ക് അയക്കാം. അവർ ചുറ്റി സഞ്ചരിച്ച് തങ്ങൾ കൈവശമാക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്തിൻ്റെ വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരട്ടെ. അവർ അത് 7 ഭാഗങ്ങളായി തിരിക്കണം. യൂദ തെക്ക് ഭാഗത്തുള്ള തൻ്റെ ദേശത്ത് താമസം തുടരട്ടെ. ജോസഫിൻ്റെ കുടുംബം വടക്ക് ഭാഗത്തുള്ള തങ്ങളുടെ സ്ഥലത്തും. നിങ്ങൾ ആ പ്രദേശം 7ആയി തിരിച്ച് വിവരം എനിക്ക് തരുവിൻ. ഞാൻ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ നറുക്കിട്ട് അത് നിങ്ങൾക്ക് നൽകാം. ലേവ്യർക്ക് നിങ്ങളുടെ ഇടയിൽ ഓഹരി ഉണ്ടാകുകയില്ല. കർത്താവിൻ്റെ പൗരോഹിത്യമാണ് അവരുടെ ഓഹരി. ജോർദാന് കിഴക്കും ഗാദിനും റൂബനും മനാസയുടെ അർദ്ധഗോത്രത്തിനും തങ്ങളുടെ അവകാശം ലഭിച്ചിട്ടുണ്ട്. ഇത് കർത്താവിൻ്റെ ദാസനായ മോശ അവർക്ക് നൽകിയതാണ്. അവർ യാത്ര പുറപ്പെട്ടു. ദേശത്ത് ചുറ്റി സഞ്ചരിച്ച് വിവരം ശേഖരിച്ച് മടങ്ങി വരുവിൻ. ഇവിടെ ഷീലോയിൽ കർത്താവിൻ്റെ മുൻപിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നറുക്കിടാം എന്ന് ജോഷുവ പറഞ്ഞു. അവർ പോയി ചുറ്റി സഞ്ചരിച്ച് ദേശത്തെ 7ആയി തിരിച്ച് പട്ടണങ്ങളടക്കം വിവരം രേഖപ്പെടുത്തി. അവർ ഷീലോയിൽ ജോഷുവയുടെ അടുത്ത് പാളയത്തിൽ മടങ്ങിയെത്തി. അപ്പോൾ ജോഷുവ അവർക്ക് വേണ്ടി ഷീലോയിൽ കർത്താവിൻ്റെ മുൻപിൽ വച്ച് നറുക്കിട്ടു. അവൻ ഇസ്രായേൽ ജനത്തിന് ആ ദേശം ഗോത്രമനുസരിച്ച് വിഭജിച്ചു കൊടുത്തു. ബെഞ്ചമിൻ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് നറുക്കു വീണു. യൂദാ ഗോത്രത്തിൻ്റെയും ജോസഫ് ഗോത്രത്തിൻ്റെയും മധ്യേ കിടക്കുന്ന പ്രദേശമാണ് അവർക്ക് ലഭിച്ചത്. അവരുടെ വടക്കേ അതിർത്തി ജോർദാനിൽ തുടങ്ങി ജെറീക്കോയുടെ പാർശ്യം വരെ ചെന്ന് മലമ്പ്രദേശങ്ങളിലൂടെ പടിഞ്ഞാറോട്ട് കടന്ന് ബെത്ത് ആവൻ മരുഭൂമിയിൽ എത്തുന്നു. അവിടെ നിന്ന് ലൂസിൻ്റെ ബദേലിൻ്റെ തെക്ക് ഭാഗത്തുകൂടെ കടന്ന്
താഴോട്ട് ബെത്ത് ഹൊറോണിൻ്റെ തെക്ക് കിടക്കുന്ന മലയിലൂടെ അത്താറോത്ത് അദാറിലേക്ക് ഇറങ്ങുന്നു. വീണ്ടും അത് പടിഞ്ഞാറ് ഭാഗത്ത് തിരിഞ്ഞ് തെക്കോട്ട് പോയി ബെത്ത് ഹൊറോമിനെതിരെ കിടക്കുന്ന മലയിൽ നിന്ന് യൂദാ ഗോത്രത്തിൻ്റെ പട്ടണമായ കിരിയാത്ത് ബാലിൽ കിരിയാത്ത് യെയാറാമിൽ വന്നു നിൽക്കുന്നു. അവരുടെ പടിഞ്ഞാറ് അതിർത്തിയാണിത്. തെക്ക് ഭാഗം കിരിയാത്ത് യെയാറിമിൻ്റെ പ്രാന്തങ്ങളിൽ ആരംഭിക്കുന്നു. അവിടെ നിന്ന് അത് എഫ്രോണിൽ നെഫ്തോവ നീരുറവ് വരെ ചെല്ലുന്നു. അനന്തരം അത് താഴോട്ട് റഫായീം താഴ്വരയുടെ വടക്കേ അറ്റത്തുള്ള ഹിന്നോമിൻ്റെ മകൻ്റെ താഴ്വരയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതത്തിൻ്റെ അതിർത്തി വരെയും എത്തുന്നു. വീണ്ടും ഹിന്നോം താഴ്വരയിലൂടെ ഇറങ്ങി ജബൂസിയരുടെ ദേശത്തിൻ്റെ തെക്ക് ഭാഗത്തുകൂടെ താഴെ എൻറോഗലിൽ എത്തുന്നു. പിന്നീടത് വടക്കോട്ട് തിരിഞ്ഞ് എൻ ഷെമേഷിൽ ചെന്ന് അതുമ്മീൻ കയറ്റത്തിനെതിരെ കിടക്കുന്ന ഗലീലോത്തിലെത്തി താഴേക്കിറങ്ങി റൂബൻ്റെ മകനായ ബോഹൻ്റെ ശില വരെ എത്തുന്നു. വീണ്ടും ബത്ത് അരാബയ്ക്ക് വടക്കോട്ട് കടന്ന് താഴേക്കിറങ്ങി അരാബയിലെത്തുന്നു. ബത്ത് ഹൊഗ്ലായുടെ വടക്ക് ഭാഗത്തുകൂടി ജോർദാൻ്റെ തെക്കേ അറ്റത്തുള്ള ഉപ്പുകടലിൻ്റെ വടക്കേ അറ്റത്ത് കിടക്കുന്ന ഉൾക്കടലിൽ അവസാനിക്കുന്നു. ഇതാണ് തെക്കേ അതിർത്തി. കിഴക്കേ അതിർത്തി ജോർദാൻ ആണ്. ബെഞ്ചമിൻ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച അവകാശത്തിൻ്റെ അതിർത്തികളാണിവ. കുടുംബക്രമമനുസരിച്ച് ബെഞ്ചമിൻ ഗോത്രത്തിനുള്ള പട്ടണങ്ങൾ ഇവയാണ്: ജെറിക്കോ, ബെത്ത് ഹൊഗ്ല, എമെക് കേസിസ്, ബത്ത് അരാബ, സെമറായിം, ബദേൽ, ആറാവീം, പാര, ഓഫ്ര, കെഫാർ, അമ്മോനി, ഓഫ്നി, ഗേബ എന്നീ 12 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. ഗിബയോൺ, റാമ, ബെരോത്ത്, മിസ്പെ, കെഫീര, മോസ, റക്കേം, ഇർപ്പേൽ, തരാല, സേല, ഹായലെഫ്, ജബൂസ്, ജെറുസലേം, ഗിബയ, കിരിയാത്ത് യെയാറീം എന്നീ 14 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ബെഞ്ചമിൻ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച ഓഹരിയാണിത്. ജോഷുവയുടെ പുസ്തകം 19-ാം അധ്യായം. ശിമയോൻ. രണ്ടാമത്തെ നറുക്ക് ശിമയോൻ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് വീണു. യൂദാ ഗോത്രത്തിൻ്റെ അതിർത്തികൾക്കുള്ളിലായിരുന്നു അവരുടെ ഓഹരി. അവർക്ക് ലഭിച്ച പ്രദേശങ്ങൾ ഇവയാണ്: ബർഷബ, ഷേബ, മൊളാദ, ഹാസർ, ഷുവാൽ, ബാല, ഏസെ, എത്ലോലാദ്, ബദൂൽ, ഹോർമ, സിക്ലാഗ്, ബത്ത് മാർക്കബോത്ത്, ഹാസർ, സൂസ, ബത്ത് ലെബാവോത്ത്, ഷരുഹെൻ എന്നീ 13 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. ഐൻ, റിമ്മോൺ, എത്തർ, ആഷാൻ എന്നീ 4 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. ബാലാത്ത് ബേർ, നെഗബിലെ റാമ വരെയുള്ള ഈ പട്ടണങ്ങളും അവയുടെ ചുറ്റുമുള്ള ഗ്രാമങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ശിമിയോൻ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച അവകാശമാണിത്. ശിമിയോൻ ഗോത്രത്തിൻ്റെ അവകാശം യൂദയുടെ ദേശത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. യൂദാ ഗോത്രത്തിൻ്റെ ഓഹരി വളരെ വലുതായിരുന്നതിനാലാണ് അവരുടെ അതിർത്തിക്കുള്ളിൽ ശിമിയോൻ ഗോത്രത്തിന് അവകാശം ലഭിച്ചത്. സെബുലൂൺ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് 3-ാമത്തെ നറുക്ക് വീണു. അവരുടെ അതിർത്തി സാരിദ് വരെ നീണ്ടു കിടക്കുന്നു. അവിടെ നിന്ന് അത് പടിഞ്ഞാറോട്ട് നീങ്ങി മറോയോനിൽ എത്തി ദാബേശത്ത് വരെ ചെന്ന് യോക്നെയാമിന് കിഴക്കുള്ള അരുവി വരെ എത്തുന്നു. സാരിദിൽ നിന്ന് കിഴക്കോട്ടുള്ള അതിർത്തി കിസ്ലോത്ത് താബോറിൻ്റെ അതിർത്തിയിലെത്തുന്നു. അവിടെ നിന്ന് ദബാറാത്തിലേക്കും തുടർന്ന് യാഫിയ വരെയും എത്തുന്നു. അവിടെ നിന്ന് കിഴക്കോട്ട് പോയി ഗത്ത് ഹേഫറിലും എത്ത് കാസീനിലും എത്തി റിമ്മോണിലൂടെ നേയായുടെ നേരെ തിരിയുന്നു. വീണ്ടും വടക്ക് ഹന്നാത്തോനിലേക്ക് തിരിഞ്ഞ് ഇഫ്താഫേൽ താഴ്വരയിൽ അവസാനിക്കുന്നു. കത്താത്ത്, നഹലാൽ, ഷിമ്രോൺ, യിദാല,
ബത്ലഹേം എന്നിവ ഉൾപ്പെടെ ആകെ 12 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളുമാണ് സെബുലൂൺ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് അവകാശമായി ലഭിച്ചത്. ഇസാക്കർ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് 4ാമത്തെ നറുക്ക് വീണു. അവരുടെ പ്രദേശങ്ങൾ ജസ്രേൽ, കെസിലോത്ത്, ശുനേം, ഹഫാരായിം, ഷിയോൺ, അനാഹരത്ത്, റബീത്ത്, കിഷിയോൻ, എബേസ്, റേമത്ത്, എൻഗന്നീം, എൻഹദ്ദ, ബത്ബാസസ് എന്നിവയായിരുന്നു. ഇതിൻ്റെ അതിർത്തി താബോർ, ഷഹസുമ, ബത്ഷമേഷ് എന്നിവിടങ്ങളിലെത്തി ജോർദാനിൽ അവസാനിക്കുന്നു. അങ്ങനെ 16 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. ഇസാക്കർ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് പട്ടണങ്ങളോടും ഗ്രാമങ്ങളോടും കൂടി ലഭിച്ച അവകാശമാണിത്. ആശേർ ഗോത്രത്തിൻ്റെ കുടുംബങ്ങൾക്ക് 5ാമത്തെ നറുക്ക് വീണു. അവരുടെ ദേശം താഴെ പറയുന്നവയാണ്: ഹെൽക്കത്ത്, ഹലി, ബദേൽ, അക്ഷാഫ്, അല്ലാം മെലക്, അമാദ്, മിഷാൽ. അതിർത്തി പടിഞ്ഞാറ് കാർമലും ഷിഹോർ ലിബ്നത്തും സ്പർശിക്കുന്നു. അത് കിഴക്കോട്ട് ബത്ദാഗോനിലേക്കും പോയി നെയ്യേലിനും ബത്ത് എമേക്കിനും വടക്ക് ഇപ്താഹേൽ താഴ്വരയും സെബുലൂണും സ്പർശിക്കുന്നു. വീണ്ടും വടക്കോട്ട് പോയി കാബൂൾ, എബ്രേൻ, റഹോബ്, ഹമ്മോൻ, കാന എന്നിവിടങ്ങളിലൂടെ മഹാനഗരമായ സീദോനിലെത്തുന്നു. പിന്നീട് അത് റാമായിൽ കോട്ടകളാൽ ചുറ്റപ്പെട്ട ടയർ പട്ടണത്തിലെത്തി ഹോസായിലേക്ക് തിരിഞ്ഞ് കടൽ വരെ എത്തുന്നു. മഹ്ലാബ്, അക്സീബ്, ഉമ്മ, അഫേക്, റഹോബ് എന്നിവയുൾപ്പെടെ 22 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും അവർക്കുണ്ടായിരുന്നു. ആശേർ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് പട്ടണങ്ങളോടും ഗ്രാമങ്ങളോടും കൂടി ലഭിച്ച അവകാശമാണിത്. നഫ്താലി ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് 6ാമത്തെ നറുക്ക് വീണു. അവരുടെ അതിർത്തി ഹേലഫിൽ സനാമിനിലെ ഓക്ക് വൃക്ഷങ്ങളുടെ ഇടയിൽ നിന്ന് തുടങ്ങി അദാമിനെക്കബ്, യബ്നേൽ എന്നിവിടങ്ങളിലൂടെ ലാക്കും കടന്ന് ജോർദാനിലെത്തുന്നു. അവിടെ നിന്ന് പശ്ചിമഭാഗത്തുള്ള അസ്നോത്ത് തബോറിലേക്ക് തിരിഞ്ഞ് ഹുക്കോക്കിലെത്തി തെക്ക് സെബൂലൂണിനെയും പടിഞ്ഞാറ് ആഷേറിനെയും കിഴക്ക് ജോർദാന് സമീപം യൂദയെയും തൊട്ടുകിടക്കുന്നു. കോട്ടയുള്ള പട്ടണങ്ങൾ സിദ്ദിം, സേർ, ഹമ്മത്ത്, റാക്കത്ത്, കിന്നരോത്ത്, ദമ, റാമ, ഹാസോർ, കേദഷ്, എദ്രയി, എൻഹാസോർ, ഈറോൺ, മിഗ്ദലേൽ, ഹോറേം, ബത്ത് അനാത്ത്, ബത്ത് ഷമേഷ് എന്നിവയാണ്. അങ്ങനെ ആകെ 19 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും നഫ്താലി ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് പട്ടണങ്ങളോടും അവയുടെ ഗ്രാമങ്ങളോടും കൂടി ലഭിച്ച അവകാശമാണിത്. ദാനിൻ്റെ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് 7ാമത്തെ നറുക്ക് വീണു. അവരുടെ അവകാശം താഴെ പറയുന്നതാണ്: സോറ, എഷ്താവോൽ, ഈർ ഷമേഷ്, ഷാലാബിൻ, അയ്യലോൻ, ഇത്ല, ഏലോൺ, തിമ്ന, എക്രോൺ, എൽത്തെക്കെ, ഗിബ്തോൺ, ബാലത്ത്, യേഹൂദ്, ബനേബറാക്ക്, ഗത്തിമോൺ, ജോപ്പായ്ക്ക് എതിർവശത്ത് കിടക്കുന്ന പ്രദേശവും മേയാർക്കോൺ, റാക്കോൽ എന്നിവയും. തങ്ങളുടെ ദേശം നഷ്ടപ്പെട്ടപ്പോൾ ദാൻ ഗോത്രം ലെഷേമിനെതിരെ യുദ്ധം ചെയ്ത് അത് പിടിച്ചടക്കി. അവരെ നശിപ്പിച്ച് അത് സ്വന്തമാക്കി അവിടെ വാസമർപ്പിച്ചു. പൂർവ്വപിതാവായ ദാനിൻ്റെ ഓർമ്മ നിലനിർത്താൻ ലെഷേമിന് ദാൻ എന്ന് പേരിട്ടു. ദാൻ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും അവകാശമായി ലഭിച്ചു. ഈ സ്ഥലമെല്ലാം അവകാശമായി വീതിച്ചു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കൾ നൂനിൻ്റെ മകനായ ജോഷുവയ്ക്ക് തങ്ങളുടെ ഇടയിൽ ഒരു ഭാഗം അവകാശമായി കൊടുത്തു. അവൻ ചോദിച്ച എഫ്രായിമിൻ്റെ മലമ്പ്രദേശത്തുള്ള തിമ്നത്ത് സേര പട്ടണം കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് അവന് കൊടുത്തു.
അവൻ ആ പട്ടണം പുതുക്കിപ്പണിത് അവിടെ വാസമർപ്പിച്ചു. പുരോഹിതനായ എലയാസറും നൂനിന്റെ മകനായ ജോഷ്വയും ഇസ്രായേൽ ജനത്തിന്റെ ഗോത്രത്തലവന്മാരും ശീലോയിൽ സമാഗമ കൂടാരത്തിന്റെ കവാടത്തിൽ കർത്താവിന്റെ മുമ്പിൽ വച്ച് വീതിച്ചു കൊടുത്ത അവകാശങ്ങളാണിവ. അങ്ങനെ അവർ ദേശവിഭജനം പൂർത്തിയാക്കി. ജോഷ്വയുടെ പുസ്തകം 20-ാം അധ്യായം. അഭയനഗരങ്ങൾ. കർത്താവ് ജോഷ്വയോട് അരുളിച്ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ഞാൻ മോശെയോട് കൽപ്പിച്ചതുപോലെ സങ്കേത നഗരങ്ങൾ നിർമ്മിക്കുവിൻ. ആരെങ്കിലും അബദ്ധവശാൽ ആരെങ്കിലും കൊല്ലാനിടയായാൽ അവന് അഭയം തേടാൻ വേണ്ടിയാണിത്. രക്തത്തിന് പ്രതികാരം ചെയ്യുന്നവനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സങ്കേതമായിരിക്കും അവ. കുറ്റക്കാരൻ ഇവയിൽ ഏതെങ്കിലും നഗരത്തിലേക്ക് ഓടി കവാടത്തിൽ നിന്ന് അവിടുത്തെ ശ്രേഷ്ഠന്മാരോട് തൻ്റെ കാര്യം വിവരിച്ചു പറയണം. അപ്പോൾ അവർ അവന് വസിക്കാൻ പട്ടണത്തിൽ ഒരു സ്ഥലം നൽകണം. അവൻ അവരോടുകൂടെ വസിക്കട്ടെ. രക്തത്തിന് പ്രതികാരം ചെയ്യുന്നവൻ പിന്തുടർന്നു വന്നാൽ അവർ അഭയാർത്ഥിയെ അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കരുത്. മുൻ ശത്രുതയില്ലാത്ത അബദ്ധത്താലാണല്ലോ അവൻ വധം നടത്തിയത്. പ്രധാന പുരോഹിതൻ മരിക്കുന്നതുവരെയോ താൻ സമൂഹ സമക്ഷം വിധിക്കപ്പെടുന്നതുവരെയോ അവൻ ആ പട്ടണത്തിൽ താമസിക്കട്ടെ. അതിനുശേഷം അവൻ സ്വന്തം പട്ടണത്തിലേക്കും സ്വന്തം ഭവനത്തിലേക്കും തിരിച്ചു പോകട്ടെ. നഫ്താലിയുടെ മലമ്പ്രദേശത്തുള്ള ഗലീലയിലെ കേദഷ്, എഫ്രായിം മലമ്പ്രദേശത്തുള്ള ഷെക്കേം, യൂദയായിലെ മലമ്പ്രദേശത്തുള്ള കിരിയാത്ത് അർബ, ഹെബ്രോൺ എന്നീ പട്ടണങ്ങൾ അവർ അഭയനഗരങ്ങളാക്കി. ജെറീക്കോയ്ക്ക് കിഴക്ക് ജോർദാന് മറുകരയിൽ റൂബൻ ഗോത്രക്കാർക്ക് അവകാശമായി ലഭിച്ച സമതലത്തിലെ ബേസറും ഗാദ് ഗോത്രക്കാർക്ക് ലഭിച്ച ഗിലെയാദിലെ റാമോത്തും മനാസെ ഗോത്രത്തിന്റെ അവകാശമായ ബാഷാനിലെ ഗോലാനും അവർ തിരഞ്ഞെടുത്തു. അബദ്ധവശാൽ ആരെങ്കിലും ഒരാളെ കൊന്നാൽ ഓടി രക്ഷപ്പെടുന്നതിനും സമൂഹ സമക്ഷം വിചാരണ ചെയ്യുന്നതുവരെ രക്തപ്രതികാരകന്റെ കരങ്ങളിൽ വധിക്കപ്പെടാതിരിക്കുന്നതിനും വേണ്ടി ഇസ്രായേൽ ജനത്തിനും അവരുടെ ഇടയിൽ വസിക്കുന്ന പരദേശികൾക്കുമായി നീക്കിവെച്ച പട്ടണങ്ങളാണിവ. ജോഷ്വയുടെ പുസ്തകം 21-ാം അധ്യായം. ലേവ്യരുടെ പട്ടണങ്ങൾ. കാനാൻ ദേശത്ത് ഷീലോയിൽ വച്ച് ലേവ്യരുടെ കുടുംബത്തലവന്മാർ എലയാസറിന്റെയും നൂനിന്റെ മകൻ ജോഷ്വയുടെയും ഇസ്രായേൽ ഗോത്രങ്ങളുടെ കുടുംബത്തലവന്മാരുടെയും അടുത്തു വന്നു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് താമസിക്കുവാൻ പട്ടണങ്ങളും ഞങ്ങളുടെ കന്നുകാലികൾക്ക് മേച്ചിൽ സ്ഥലങ്ങളും തരണമെന്ന് കർത്താവ് മോശ വഴി അരുളി ചെയ്തിട്ടുണ്ട്. കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് ഇസ്രായേൽ തങ്ങളുടെ അവകാശങ്ങളിൽ നിന്ന് താഴെ പറയുന്ന പട്ടണങ്ങളും മേച്ചിൽ സ്ഥലങ്ങളും ലേവ്യർക്ക് കൊടുത്തു. കൊഹാത്ത് കുടുംബങ്ങൾക്ക് വേണ്ടി നറുക്കിട്ടു. അതനുസരിച്ച് പുരോഹിതനായ അഹറോന്റെ സന്തതികൾക്ക് യൂദയായുടെയും ബെഞ്ചമിന്റെയും ശിമെയോന്റെയും ഗോത്രങ്ങളിൽ നിന്ന് 13 നഗരങ്ങൾ ലഭിച്ചു. ശേഷിച്ച കൊഹാത്യർക്ക് എഫ്രായിമിന്റെ ഗോത്രത്തിൽ നിന്ന് മനാസയുടെ അർത്ഥഗോത്രത്തിൽ നിന്നും 10 പട്ടണങ്ങൾ നറുക്കനുസരിച്ച് ലഭിച്ചു. ഗർഷോൻ കുടുംബങ്ങൾക്ക് ഇസാക്കർ, ആഷേർ, നഫ്താലി എന്നീ ഗോത്രങ്ങളിൽ നിന്നും ബാഷാനിൽ മനാസയുടെ അർത്ഥഗോത്രത്തിൽ നിന്നും 13 പട്ടണങ്ങൾ നറുക്കനുസരിച്ച് ലഭിച്ചു. മെറാറി കുടുംബങ്ങൾക്ക് റൂബന്റെയും ഗാദിന്റെയും സെബുലൂണിന്റെയും ഗോത്രങ്ങളിൽ നിന്ന് 12 പട്ടണങ്ങൾ ലഭിച്ചു. കർത്താവ് മോശ വഴി കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ ജനം ഈ പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും നറുക്കിട്ട് ലേവ്യർക്ക് കൊടുത്തു. യൂദയായുടെയും ശിമിയോന്റെയും ഗോത്രത്തിൽ നിന്ന് താഴെ പറയുന്ന പട്ടണങ്ങൾ അവർക്ക് കൊടുത്തു. അവ ലേവ്യ ഗോത്രത്തിൽപ്പെട്ട കൊഹാത്ത് കുടുംബത്തിലൊന്നായ അഹറോന്റെ സന്തതികൾക്കാണ് കിട്ടിയത്. അവർക്കാണ് ആദ്യത്തെ നറുക്ക് വീണത്. അവർക്ക് യൂദയായുടെ മലമ്പ്രദേശത്തുള്ള കിരിയാത്ത് അർബ, ഹെബ്രോൺ ചുറ്റുമുള്ള മേച്ചിൽ സ്ഥലങ്ങളോടുകൂടി ലഭിച്ചു. അർബ അനാക്കിന്റെ പിതാവാണ്. എന്നാൽ പട്ടണത്തിലെ വയലുകളും അതിൻ്റെ ഗ്രാമങ്ങളും യെഫുന്നെയുടെ മകനായ കാലബിനാണ് അവകാശമായി കൊടുത്തത്.
പുരോഹിതനായ അഹ്റോന്റെ സന്തതികൾക്ക് കൊടുത്ത സ്ഥലങ്ങൾ താഴെ പറയുന്നവയാണ്: അഭയനഗരമായ ഹെബ്രോൺ, ലിബ്ന, യത്തീർ, യേശം, തെമോവ, ഹൊലോൺ, ദബീർ, ആയീൻ, യൂത്ത്, ബത്ഷമേഷ് എന്നീ പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും. അങ്ങനെ ആ 2 ഗോത്രങ്ങളിൽ നിന്ന് 9 പട്ടണങ്ങൾ കൂടാതെ ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് ഗിബയോൻ, ഗേബ, അനാത്തോത്ത്, അൽമോൻ എന്നീ 4 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും പുരോഹിതനായ അഹ്റോന്റെ സന്തതികളുടെ അവകാശം. അങ്ങനെ 13 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളുമായിരുന്നു. ലേവി ഗോത്രജരായ ഇതര കോഹാത്ത് കുടുംബങ്ങൾക്ക് എഫ്രായിം ഗോത്രത്തിൽ നിന്നാണ് പട്ടണങ്ങൾ നൽകിയത്. അവർക്ക് ലഭിച്ച സ്ഥലങ്ങൾ ഇവയാണ്: എഫ്രായിമിന്റെ മലമ്പ്രദേശത്തുള്ള അഭയനഗരമായ ഷെക്കേം, ഗേസർ, കിബ്സായിം, ബെത്ത്ഹൊറോൺ എന്നീ 4 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും. ദാൻ ഗോത്രത്തിൽ നിന്ന് എൻതെക്കെ, ഗിബ്ബെഥോൻ, അയ്യാലോൻ, ഗത്ത്, റിമ്മോൺ എന്നീ 4 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും. മനാസയുടെ അർത്ഥഗോത്രത്തിൽ നിന്ന് താനാക്ക്, ഗത്ത്, റിമ്മോൺ എന്നീ 2 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും. അങ്ങനെ ശേഷിച്ച കൊഹാത്ത് കുടുംബങ്ങൾക്ക് 10 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ലഭിക്കും. ലേവി ഗോത്രത്തിൽപ്പെട്ട ഗർഷോൺ കുടുംബങ്ങൾക്ക് മനാസയുടെ അർത്ഥഗോത്രത്തിൽ നിന്ന് ബാഷാനിലുള്ള അഭയനഗരമായ ഗോലാൻ, ബെഷ്തര എന്നീ 2 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ലഭിച്ചു. ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് കിഷ്യോൺ, ദബേറത്ത്, യാർമുത്ത്, എൻ ഗന്നീം എന്നീ 4 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ലഭിച്ചു. ആശേർ ഗോത്രത്തിൽ നിന്ന് മിഷാൽ, അബ്ദോൻ, ഹെൽക്കത്ത്, റഹോബ് എന്നീ 4 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ലഭിച്ചു. നഫ്താലി ഗോത്രത്തിൽ നിന്ന് ഗലീലയിലുള്ള അഭയനഗരമായ കേദഷ്, ഹമ്മോത്ത് ദോർ, കർത്താൻ എന്നീ 3 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ലഭിച്ചു. അങ്ങനെ ഗർഷോൻ കുടുംബങ്ങൾക്ക് ആകെ 13 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. ലേവ്യരിൽ ശേഷിച്ച മെറാറി കുടുംബങ്ങൾക്ക് സെബുലൂൺ ഗോത്രത്തിൽ നിന്ന് യൊക്നെയാം, കർത്ത, ദിമ്ന, നഹലാൽ എന്നീ 4 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും നൽകി. റൂബൻ ഗോത്രത്തിൽ നിന്ന് ബേസർ, യാഹോസ്, കെദോമോത്ത്, മെഫാത്ത് എന്നീ 4 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും നൽകി. ഗാദ് ഗോത്രത്തിൽ നിന്ന് അഭയനഗരമായ ഗിലെയോദിലെ റാമോത്ത്, മഹാനായിം, ഹെഷ്ബോൺ, യാസർ എന്നീ 4 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും നൽകി. അങ്ങനെ ശേഷിച്ച ലേവി ഗോത്രജരായ മെറാറി കുടുംബങ്ങൾക്ക് ആകെ 12 പട്ടണങ്ങളാണ് ലഭിച്ചത്. ഇസ്രായേൽ ജനത്തിന്റെ അവകാശഭൂമിയിൽ ലേവ്യർക്ക് 48 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ഓരോ പട്ടണത്തിന് ചുറ്റും മേച്ചിൽ സ്ഥലവും ഉണ്ടായിരുന്നു. ഇസ്രായേൽക്കാർ ദേശം സ്വന്തമാക്കുന്നു. ഇസ്രായേൽ നൽകുമെന്ന് പിതാക്കന്മാരോട് കർത്താവ് വാഗ്ദാനം ചെയ്ത ദേശം അങ്ങനെ അവർക്ക് നൽകി. അവർ അത് കൈവശമാക്കി അവിടെ വാസമർപ്പിച്ചു. കർത്താവ് അവരുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിരുന്നതുപോലെ എല്ലാ അതിർത്തികളിലും അവർക്ക് സ്വസ്ഥത നൽകി. ശത്രുക്കളിൽ ആർക്കും അവരെ എതിർക്കാൻ സാധിച്ചില്ല. കാരണം എല്ലാ ശത്രുക്കളെയും കർത്താവ് അവരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഇസ്രായേൽ ഭവനത്തോട് കർത്താവ് ചെയ്ത വാഗ്ദാനങ്ങളൊന്നൊഴിയാതെ എല്ലാം നിറവേറി. ജോഷ്വയുടെ പുസ്തകം 22-ാം അധ്യായം. കിഴക്കൻ ഗോത്രങ്ങൾ മടങ്ങുന്നു. റൂബൻ, ഗാദ് ഗോത്രങ്ങളെയും മനാസയുടെ അർത്ഥഗോത്രത്തെയും ജോഷ്വ വിളിച്ചുകൂട്ടി. അവൻ അവരോട് പറഞ്ഞു, കർത്താവിൻ്റെ ദാസനായ മോശ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം നിങ്ങൾ അനുസരിച്ചു. എൻ്റെ ആജ്ഞ നിങ്ങൾ അനുവർത്തിക്കുകയും ചെയ്തു. നിങ്ങളുടെ സഹോദരന്മാരെ ഇന്നുവരെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല. നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുന്നതിൽ നിങ്ങൾ ഉത്സുകരായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ വാഗ്ദാനമനുസരിച്ച് നിങ്ങളുടെ സഹോദരന്മാർക്ക് സ്വസ്ഥത നൽകിയിരിക്കുന്നു.
ആകയാൽ കർത്താവിൻ്റെ ദാസനായ മോശ ജോർദാനക്കരെ നിങ്ങൾക്ക് അവകാശമായി നൽകിയ ദേശത്തുള്ള ഭവനങ്ങളിലേക്ക് മടങ്ങുവിൻ. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ വഴികളിലൂടെ ചരിക്കുകയും അവിടുത്തെ പ്രമാണങ്ങൾ അനുസരിക്കുകയും അവിടുത്തോട് വിശ്വസ്തത പുലർത്തുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ അവിടുത്തെ ആരാധിക്കുകയും ചെയ്യണം എന്ന കർത്താവിൻ്റെ ദാസനായ മോശ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള കൽപ്പനകളും നിയമങ്ങളും അനുസരിക്കുന്നതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ജോഷുവ അവരെ അനുഗ്രഹിച്ചയച്ചു. അവർ തങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങി. മനാസയുടെ ഒരർത്ഥഗോത്രത്തിന് മോശ ബാഷാനിൽ അവകാശം നൽകിയിരുന്നു. മറ്റേ അർത്ഥഗോത്രത്തിന് ജോർദാന്റെ പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ സഹോദരന്മാരുടെ അവകാശ ഭൂമിയോട് ചേർന്ന് ജോഷുവ ഓഹരി കൊടുത്തു. അവർ അവരെ അനുഗ്രഹിച്ച് സ്വഭവനങ്ങളിലേക്ക് അയച്ചു. അവൻ പറഞ്ഞു, വളരെയധികം കന്നുകാലികൾ, വെള്ളി, സ്വർണം, പിച്ചള, ഇരുമ്പ് വസ്ത്രങ്ങൾ എന്നിവയോടുകൂടി സമ്പന്നരായി നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവിൻ. ശത്രുക്കളിൽ നിന്ന് ലഭിച്ച കൊള്ളവസ്തുക്കൾ സഹോദരന്മാരുമായി പങ്കുവെക്കുവിൻ. അങ്ങനെ റൂബൻ, ഗാദ് ഗോത്രങ്ങളും മനാസയുടെ അർത്ഥഗോത്രവും ഇസ്രായേൽ ജനത്തോട് യാത്ര ചോദിച്ചതിനു ശേഷം കാനാൻ ദേശത്തുള്ള ഷീലോയിൽ വച്ച് കർത്താവിൻ്റെ ദാസനായ മോശയുടെ കൽപ്പനയനുസരിച്ച് സ്വന്തമാക്കിയ ഗിലെയാദിലുള്ള ഭവനങ്ങളിലേക്ക് മടങ്ങി. ജോർദാന് സമീപം ബലിപീഠം. റൂബൻ, ഗാദ് ഗോത്രങ്ങളും മനാസയുടെ അർത്ഥഗോത്രവും കാനാൻ ദേശത്ത് ജോർദാന് സമീപം എത്തിയപ്പോൾ നദീതീരത്ത് വലിയൊരു ബലിപീഠം നിർമ്മിച്ചു. ഇതാ, റൂബൻ, ഗാദ് ഗോത്രങ്ങളും മനാസയുടെ അർത്ഥഗോത്രവും ഇസ്രായേൽ ജനത്തിൻ്റെ അവകാശ ഭൂമിയിൽ കാനാൻ ദേശത്തിൻ്റെ അതിർത്തിയിൽ ജോർദാന്റെ തീരത്ത് ഒരു ബലിപീഠം നിർമ്മിച്ചിരിക്കുന്നു എന്ന് ഇസ്രായേൽ ജനം കേട്ടു. അപ്പോൾ ഇസ്രായേൽ ജനം മുഴുവനും അവരോട് യുദ്ധം ചെയ്യുന്നതിനു വേണ്ടി ഹീലോയിൽ സമ്മേളിച്ചു. ഇസ്രായേൽ ജനം പുരോഹിതനായ എലയാസറിന്റെ മകൻ ഫിനെഹാസിനെ ഗിലെയാദിൽ റൂബൻ, ഗാദ് ഗോത്രങ്ങളുടെയും മനാസയുടെ അർദ്ധഗോത്രത്തിൻ്റെയും അടുത്തേക്ക് അയച്ചു. ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് ഗോത്രത്തലവന്മാരായ 10 പേരെയും അവനോട് കൂടെ അയച്ചു. അവൻ ഗിലെയാദിൽ റൂബൻ, ഗാദ് ഗോത്രങ്ങളുടെയും മനാസയുടെ അർദ്ധഗോത്രത്തിൻ്റെയും അടുത്ത് വന്ന് പറഞ്ഞു, കർത്താവിൻ്റെ ജനമൊന്നാകെ ഇങ്ങനെ പറയുന്നു, കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞ് അവിടുത്തെ എതിർത്തുകൊണ്ട് നിങ്ങൾ സ്വന്തമാക്കിയ ഒരു ബലിപീഠം നിർമ്മിച്ചു. ഇസ്രായേലിൻ്റെ ദൈവത്തിനെതിരെ എന്തൊരു അതിക്രമമാണ് നിങ്ങൾ ഇന്ന് പ്രവർത്തിച്ചിരിക്കുന്നത്. പെയോറിൽ വെച്ച് നമ്മൾ പാപം ചെയ്തു. അതിന് ശിക്ഷയായി കർത്താവ് ജനത്തിൻ്റെ മേൽ മഹാമാരി അയച്ചു. ആ പാപത്തിൽ നിന്ന് ഇന്നും നമ്മൾ ശുദ്ധരായിട്ടില്ല. ഇത് പോരാഞ്ഞിട്ടാണോ കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്തിരിയാൻ നിങ്ങൾ ഭാവിക്കുന്നത്? ഇന്ന് നിങ്ങൾ കർത്താവിനോട് മർദ്ദനിക്കുന്നെങ്കിൽ നാളെ അവിടുന്ന് ഇസ്രായേൽ ജനം മുഴുവനോടും കോപിക്കും. ആകയാൽ നിങ്ങളുടെ ദേശം അശുദ്ധമെങ്കിൽ കർത്താവിൻ്റെ കൂടാരം സ്ഥിതി ചെയ്യുന്ന ദേശത്ത് വന്ന് ഞങ്ങളുടെ ഇടയിൽ ഒരു സ്ഥലം സ്വന്തമാക്കണം. നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ ബലിപീഠമല്ലാതെ മറ്റൊന്ന് നിർമ്മിച്ചതുകൊണ്ട് അവിടുത്തോട് മത്സരിക്കുകയോ അതിലേക്ക് ഞങ്ങളെ വലിച്ചിഴയ്ക്കുകയോ ചെയ്യരുത്. സെറായുടെ മകൻ ആഹാൻ നേർച്ച വസ്തുക്കളുടെ കാര്യത്തിൽ അവിശ്വസ്തത കാണിക്കുകയും അതിൻ്റെ ശിക്ഷ ഇസ്രായേൽ ജനം മുഴുവൻ അനുഭവിക്കുകയും ചെയ്തില്ലേ? അവൻ്റെ തെറ്റിന് അവൻ മാത്രമല്ലല്ലോ നശിക്കേണ്ടി വന്നത്. റൂബൻ, ഗാദ് ഗോത്രങ്ങളും മനാസയുടെ അർത്ഥഗോത്രവും ഇസ്രായേൽ ഗോത്രത്തലവന്മാരോട് പറഞ്ഞു, സർവശക്തനായ ദൈവമാണ് കർത്താവ്. അതെ, സർവശക്തനായ ദൈവം തന്നെ കർത്താവ്. അവിടുന്ന് ഇതറിയുന്നു. ഇസ്രായേലും അറിയട്ടെ. കർത്താവിനോടുള്ള മത്സരത്താലോ അവിശ്വസ്തതയാലോ അവിടുത്തെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്തിരിയുന്നതിനോ വേണ്ടിയാണ് ബലിപീഠം പണിതതെങ്കിൽ അവിടുന്ന് ഞങ്ങളെ ശിക്ഷിക്കട്ടെ. ഞങ്ങൾ അതിൻ്റെ മേൽ ദഹനബലി, ധാന്യബലി, സമാധാന ബലി എന്നിവ അർപ്പിക്കുന്നെങ്കിൽ അവിടുന്ന് തന്നെ ഞങ്ങളോട് പ്രതികാരം ചെയ്യട്ടെ. ഭാവിയിൽ നിങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മക്കളോട് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവുമായി നിങ്ങൾക്ക് എന്ത് ബന്ധമാണുള്ളത്? നിങ്ങൾക്കും ഞങ്ങൾക്കുമിടയിൽ അതിർത്തിയായി കർത്താവ് ജോർദാനെ നിശ്ചയിച്ചിരിക്കുന്നു. റൂബൻ, ഗാദ് ഗോത്രക്കാരായ നിങ്ങൾക്ക് കർത്താവിൽ അവകാശമില്ല എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ ആരാധിക്കുന്നതിൽ നിന്ന്
അവരെ അകറ്റും എന്ന് ഭയന്നാണ് ഞങ്ങൾ ഇത് ചെയ്തത്. അതുകൊണ്ട് ഒരു ബലിപീഠം നിർമ്മിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ദഹനബലിയോ ഇതര ബലിയോ അർപ്പിക്കുന്നതിനല്ല അത്, പ്രത്യുത ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ നമ്മുടെ പിൻതലമുറകൾക്കിടയിൽ ഒരു സാക്ഷ്യമായാണ് അത് നിർമ്മിച്ചത്. കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ ദഹനബലിയും സമാധാന ബലിയും മറ്റ് ബലികളും അർപ്പിക്കുന്നതിന് ഭാവിയിൽ നിങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മക്കളോട് കർത്താവിൽ നിങ്ങൾക്ക് ഓഹരിയില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണിത്. ഞങ്ങളോടോ ഞങ്ങളുടെ പിൻഗാമികളോടോ ഭാവിയിൽ ഇവർ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ പറയും, ബലിക്കോ ദഹനബലിക്കോ അല്ല, നിങ്ങൾക്കും ഞങ്ങൾക്കും മധ്യേ ഒരു സാക്ഷ്യത്തിനായി കർത്താവിൻ്റെ ബലിപീഠത്തിൻ്റെ ഒരു മാതൃക ഞങ്ങളുടെ പിതാക്കന്മാർ നിർമ്മിച്ചതാണിത്. കർത്താവിൻ്റെ കൂടാരത്തിൻ്റെ മുൻപിലുള്ള ബലിപീഠമല്ലാതെ ദഹനബലിക്കോ ധാന്യബലിക്കോ ഇതര ബലികൾക്കോ വേണ്ടി മറ്റൊരു ബലിപീഠമുണ്ടാക്കി കർത്താവിനെതിരെ മത്സരിക്കുകയും അവിടുത്തെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്യാൻ ഞങ്ങൾക്ക് ഇടവരാതിരിക്കട്ടെ. റൂബൻ, ഗാദ്, മനാസെ ഗോത്രങ്ങൾ പറഞ്ഞ ഈ വാക്ക് കേട്ട് പുരോഹിതനായ ഫിനെഹാസും അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശ്രേഷ്ഠന്മാരും ഇസ്രയേലിലെ ഗോത്രത്തലവന്മാരും തൃപ്തരായി. പുരോഹിതനായ എലയാസറിൻ്റെ മകൻ ഫിനെഹാസ് അവരോട് പറഞ്ഞു, കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ടെന്ന് ഇന്ന് ഞങ്ങൾ അറിയുന്നു. എന്തെന്നാൽ നിങ്ങൾ കർത്താവിനെതിരെ അകൃത്യം ചെയ്തില്ല. നിങ്ങൾ ഇസ്രയേൽ ജനത്തെ കർത്താവിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. പുരോഹിതനായ എലയാസറിൻ്റെ മകൻ ഫിനെഹാസും സമൂഹ നേതാക്കളും ഗിലെയാദിൽ റൂബൻ, ഗാദ് ഗോത്രങ്ങളുടെ അടുക്കൽ നിന്ന് കാനാൻ ദേശത്ത് തിരിച്ചു വന്ന് ഇസ്രായേൽ ജനത്തെ വിവരമറിയിച്ചു. ഈ വാർത്ത ഇസ്രായേലിനെ സന്തോഷിപ്പിച്ചു. റൂബൻ, ഗാദ് ഗോത്രങ്ങൾ വസിക്കുന്ന നാട് നശിപ്പിക്കുവാൻ യുദ്ധം ചെയ്യുന്നതിനെക്കുറിച്ച് അവർ പിന്നീട് സംസാരിച്ചില്ല. അവർ ദൈവത്തെ സ്തുതിച്ചു. കർത്താവാണ് ദൈവം എന്നതിന് ഇത് നമ്മുടെ ഇടയിൽ ഒരു സാക്ഷ്യമായിരിക്കും എന്ന് പറഞ്ഞ് റൂബൻ, ഗാദ് ഗോത്രങ്ങൾ ആ ബലിപീഠത്തിന് സാക്ഷ്യം എന്ന് പേരിട്ടു. ജോഷ്വയുടെ പുസ്തകം 23-ാം അധ്യായം. ജോഷ്വ വിടവാങ്ങുന്നു. ചുറ്റുമുള്ള ശത്രുക്കളെയെല്ലാം കീഴടക്കി കർത്താവ് ഇസ്രയേലിന് സ്വസ്ഥത നൽകി. അങ്ങനെ ഏറെ കാലം കഴിഞ്ഞു ജോഷ്വ വൃദ്ധനായി. അവൻ ഇസ്രയേൽ ജനത്തെയും അവരുടെ ശ്രേഷ്ഠന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും സ്ഥാനികളെയും വിളിച്ചു വരുത്തി പറഞ്ഞു, ഞാനിതാ വൃദ്ധനായി. ജനതകളോട് നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അവിടുന്ന് തന്നെയാണല്ലോ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തത്. ജോർദാൻ മുതൽ പടിഞ്ഞാറ് മഹാസമുദ്രം വരെ ഞാൻ പിടിച്ചടക്കിയതും കീഴടങ്ങാതെ അവശേഷിക്കുന്നതുമായ എല്ലാ ദേശങ്ങളും നിങ്ങളുടെ ഗോത്രങ്ങൾക്ക് അവകാശമായി ഞാൻ വിഭജിച്ചു തന്നിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവ് ശത്രുക്കളെ നിങ്ങളുടെ മുൻപിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യും. അവിടുന്ന് വാഗ്ദാനം ചെയ്തതനുസരിച്ച് അവരുടെ ദേശം നിങ്ങൾ കൈവശപ്പെടുത്തും. ആകയാൽ മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം വിശ്വസ്തയോടെ അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവിൻ. അതിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. അവിടെ നിങ്ങളുടെ ഇടയിൽ അവശേഷിക്കുന്നവരുമായി കൂടിക്കലരുകയോ അവരുടെ ദേവന്മാരുടെ നാമം ഉച്ചരിക്കുകയോ അവരെ കൊണ്ട് ആണയിടുകയോ അവരെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കുന്നതിനും നിങ്ങൾ ഇന്നുവരെ ചെയ്തതുപോലെ നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് വിശ്വസ്തത പാലിക്കുന്നതിനും വേണ്ടിയാണ് ഇത്. പ്രബലരും ശക്തരുമായ ജനങ്ങളെ കർത്താവ് നിങ്ങളുടെ മുൻപിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്തു. ഇതുവരെ ഒരുവനും നിങ്ങളോട് എതിർത്ത് നിൽക്കാൻ സാധിച്ചിട്ടില്ല. നിങ്ങളിൽ ഒരാൾ 1000 പേരെ തുരത്തുന്നു. കാരണം നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ ദൈവമായ കർത്താവ് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുന്നതിൽ നിങ്ങൾ ഉത്സുകരായിരിക്കണം. എന്നാൽ ഇക്കാര്യം വിസ്മരിച്ച് നിങ്ങളുടെ ഇടയിൽ അവശേഷിച്ചിരിക്കുന്ന ഈ ജനങ്ങളുമായി ഇടപെടുകയോ അവരുടെ സ്ത്രീകളെ വിവാഹം ചെയ്യുകയോ നിങ്ങളുടെ സ്ത്രീകളെ അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയോ ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ജനങ്ങളെ നിങ്ങളുടെ ഇടയിൽ നിന്ന് മേലിൽ നിർമ്മാർജ്ജനം ചെയ്യുകയില്ലെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ വിശിഷ്ട ദേശത്ത് നിന്ന് നിങ്ങൾ വിച്ഛേദിക്കപ്പെടുന്നത് വരെ അവർ നിങ്ങൾക്ക് കെണിയും
കുടുക്കും മുതുകിൽ ചാട്ടയും കണ്ണിൽ മുള്ളും ആയിരിക്കും. ഇതാ സകല മർത്യരും പോകേണ്ട വഴിയെ എനിക്ക് പോകാറായിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിശിഷ്ടമായ കാര്യങ്ങളിൽ ഒന്നുപോലും സഫലമാകാതിരിക്കുന്നിട്ടില്ലെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായി അറിയാമല്ലോ. നിങ്ങൾക്ക് വേണ്ടി എല്ലാം നിറവേറി ഒന്നും വിഫലമായിട്ടില്ല. നിങ്ങളുടെ ദൈവമായ കർത്താവ് വാഗ്ദാനങ്ങൾ നിറവേറ്റിയതുപോലെ തൻ്റെ ഭീഷണിയും നിറവേറ്റും. നിങ്ങൾ അവിടുത്തെ ഉടമ്പടി ലംഘിച്ച് അന്യദേവന്മാരെ സേവിച്ചാൽ അവിടുത്തെ കോപം നിങ്ങളുടെ മേൽ ജ്വലിക്കും. നിങ്ങളുടെ മേൽ സകല തിന്മകളും വരുത്താൻ നൽകിയ വിശിഷ്ട ദേശത്ത് നിന്ന് അവിടുന്ന് നിങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യും. ശെക്കേമിലെ ഉടമ്പടി 24-ാം അധ്യായം. ജോഷുവയുടെ പുസ്തകം. ജോഷുവ ഇസ്രായേൽ ഗോത്രങ്ങളെ ശെക്കേമിൽ വിളിച്ചുകൂട്ടി അവരുടെ ശ്രേഷ്ഠന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും സ്ഥാനികളെയും അവൻ വരുത്തി. അവർ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ജോഷുവ അവരോട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, അബ്രാഹത്തിൻ്റെയും സാഹോറിൻ്റെയും പിതാവായ തേരാഹ് വരെയുള്ള നിങ്ങളുടെ പിതാക്കന്മാർ യൂഫ്രട്ടീസിനക്കരെ മറ്റ് ദേവന്മാരെ സേവിച്ചു പോന്നു. നിങ്ങളുടെ പിതാവായ അബ്രാഹത്തെ ഞാൻ നദിയുടെ മറുകരെ നിന്നുകൊണ്ട് വരികയും കാനാൻ ദേശത്തുകൂടെ നയിക്കുകയും അവൻ്റെ സന്തതികളെ വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഞാൻ അവന് ഇസാക്കറിനെ നൽകി, ഇസഹാക്കിനെ നൽകി, ഇസഹാക്കിന് യാക്കോബിനെയും ഏസാവിനെയും കൊടുത്തു. ഏസാവിന് സെയിർ മലമ്പ്രദേശം അവകാശമായി കൊടുത്തു. എന്നാൽ യാക്കോബും അവൻ്റെ സന്തതികളും ഈജിപ്തിലേക്ക് പോയി. ഞാൻ മോശയെയും അഹ്റോനെയും അവിടേക്ക് അയച്ചു. ഈജിപ്തുകാരുടെ മേൽ മഹാമാരികൾ അയച്ച് നിങ്ങളെ അവിടെ നിന്ന് മോചിപ്പിച്ചു. നിങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് കടൽ വരെ വന്നു. അപ്പോൾ ഈജിപ്തുകാർ രഥങ്ങളോടും കുതിരപ്പടയോടും കൂടെ ചെങ്കടൽ വരെ നിങ്ങളെ പിന്തുടർന്നു. നിങ്ങളുടെ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് ഇസ്രായേല്യരുടെയും ഈജിപ്തുകാരുടെയും ഇടയിൽ അന്ധകാരം വ്യാപിപ്പിച്ചു. കടൽ അവരുടെ മേൽ ഒഴുകി അവർ മുങ്ങി മരിക്കാൻ ഇടയാക്കി. ഞാൻ ഈജിപ്തിനോട് ചെയ്തത് നിങ്ങൾ നേരിട്ട് കണ്ടതാണല്ലോ. നിങ്ങൾ വളരെ നാൾ മരുഭൂമിയിൽ വസിച്ചു. അനന്തരം ജോർദാന് മറുകരെ വസിച്ചിരുന്ന അമോര്യരുടെ നാട്ടിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു. അവർ നിങ്ങളോട് യുദ്ധം ചെയ്തെങ്കിലും അവരെ നിങ്ങളുടെ കൈകളിൽ ഞാൻ ഏൽപ്പിച്ചു. നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കുകയും നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ അവരെ നശിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ സിപ്പോറിൻ്റെ മകനും മോവാബ് രാജാവുമായ ബാലാക്ക് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. നിങ്ങളെ ശപിക്കുന്നതിന് ബയോറിൻ്റെ മകൻ ബാലാമിനെ അവൻ ആളയച്ചു വരുത്തി. എന്നാൽ ഞാൻ ബാലാമിനെ ശ്രവിച്ചില്ല. അതിനാൽ അവൻ നിങ്ങളെ അനുഗ്രഹിച്ചു. അങ്ങനെ ബാലാക്കിൻ്റെ കരങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിച്ചു. പിന്നീട് നിങ്ങൾ ജോർദാൻ കടന്ന് ജെറിക്കോയിലെത്തി. അപ്പോൾ ജെറിക്കോ നിവാസികൾ അമോര്യർ, പെരീസ്യർ, കാനാന്യർ, ഹിത്യർ, ഗിർഗാഷ്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവർ നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്തു. എന്നാൽ ഞാൻ അവരെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു. ഞാൻ നിങ്ങൾക്ക് മുന്നേ കടന്നലുകളെ അയച്ചു. അമോര്യരുടെ 2 രാജാക്കന്മാരെ നിങ്ങളുടെ മുൻപിൽ നിന്ന് ഓടിച്ചു. നിങ്ങളുടെ വാളിൻ്റെയോ വില്ലിൻ്റെയോ സഹായത്താലല്ല അത് സാധിച്ചത്. നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു. നിങ്ങൾ ഇന്നിവിടെ വസിക്കുന്നു. നിങ്ങൾ നട്ടു വളർത്താത്ത മുന്തിരിത്തോട്ടത്തിൻ്റെയും ഒലിവുതോട്ടത്തിൻ്റെയും ഫലം നിങ്ങൾ അനുഭവിക്കുന്നു. ആകയാൽ കർത്താവിനെ ഭയപ്പെടുകയും ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ അവിടുത്തെ സേവിക്കുകയും ചെയ്യുവിൻ. ഈജിപ്തിലും നദിക്കക്കരെയും നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ചിരുന്ന ദേവന്മാരെ ഉപേക്ഷിച്ച് കർത്താവിനെ സേവിക്കുവിൻ. കർത്താവിനെ സേവിക്കുന്നതിന് മനസ്സില്ലെങ്കിൽ നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെയാണ് സേവിക്കുകയെന്ന് ഇന്ന് തന്നെ തീരുമാനിക്കുവിൻ. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. അപ്പോൾ ജനം പ്രതിവചിച്ചു, ഞങ്ങൾ കർത്താവിനെ വിട്ട് അന്യദേവന്മാരെ സേവിക്കാൻ ഇടയാകാതിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവാണ് നമ്മെയും നമ്മുടെ പിതാക്കന്മാരെയും അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് കൊണ്ടുപോരുകയും നമ്മുടെ കൺമുൻപിൽ മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും
പോയ എല്ലാ വഴികളിലും കടന്നുപോയ എല്ലാ ജനതകളുടെ ഇടയിലും നമ്മെ സംരക്ഷിക്കുകയും ചെയ്തത്. ഈ ദേശത്ത് വസിച്ചിരുന്ന അമോര്യരെയും മറ്റ് ജനതകളെയും നമ്മുടെ മുൻപിൽ നിന്ന് കർത്താവ് തുരത്തി. അതിനാൽ ഞങ്ങളും കർത്താവിനെ സേവിക്കും. അവിടുന്നാണ് നമ്മുടെ ദൈവം. ജോഷുവ ജനത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് കർത്താവിനെ സേവിക്കാൻ സാധ്യമല്ല. എന്തെന്നാൽ അവിടുന്ന് പരിശുദ്ധനായ ദൈവമാണ്, അസഹിഷ്ണുവായ ദൈവം. നിങ്ങളുടെ പാപങ്ങളും അതിക്രമങ്ങളും അവിടുന്ന് ക്ഷമിക്കുകയില്ല. കർത്താവിനെ വിസ്മരിച്ച് അന്യദേവന്മാരെ സേവിച്ചാൽ അവിടുന്ന് നിങ്ങൾക്കെതിരെ തിരിയും. നന്മ ചെയ്തിരുന്ന കർത്താവ് നിങ്ങൾക്ക് തിന്മ വരുത്തുകയും നിങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ജനം ജോഷുവയോട് പറഞ്ഞു, ഇല്ല, ഞങ്ങൾ കർത്താവിനെ മാത്രം സേവിക്കും. ജോഷുവ പറഞ്ഞു, കർത്താവിനെ സേവിക്കാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്നതിന് നിങ്ങൾ തന്നെ സാക്ഷി. അവർ പറഞ്ഞു, അതെ, ഞങ്ങൾ തന്നെ സാക്ഷി. അവൻ പറഞ്ഞു, നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഹൃദയം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിയട്ടെ. ജനം വീണ്ടും ജോഷുവയോട് പറഞ്ഞു, ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ ഞങ്ങൾ സേവിക്കുകയും അങ്ങനെ ഷെക്കേമിൽ വെച്ച് ജോഷുവ അന്ന് ജനവുമായി ഉടമ്പടി ഉണ്ടാക്കുകയും അവർക്ക് വേണ്ടി നിയമങ്ങളും ചട്ടങ്ങളും നൽകുകയും ചെയ്തു. ജോഷുവ ഈ വാക്കുകൾ കർത്താവിൻ്റെ നിയമഗ്രന്ഥത്തിൽ എഴുതി. അവൻ വലിയ ഒരു കല്ലെടുത്ത് കർത്താവിൻ്റെ കൂടാരത്തിന് സമീപത്തുള്ള ഓക്കുമരത്തിൻ്റെ ചുവട്ടിൽ സ്ഥാപിച്ചു. ജോഷുവ ജനത്തോട് പറഞ്ഞു, ഈ കല്ല് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ. കർത്താവ് നമ്മോട് അരുളിച്ചെയ്ത എല്ലാ വചനങ്ങളും ഇത് ശ്രവിച്ചിട്ടുണ്ട്. അതിനാൽ നിങ്ങളുടെ ദൈവത്തോട് അവിശ്വസ്തമായി വർത്തിക്കാതിരിക്കുന്നതിന് ഇത് നിങ്ങൾക്ക് സാക്ഷിയായിരിക്കട്ടെ. അനന്തരം ജോഷുവ ജനത്തെ അവരുടെ അവകാശദേശത്തേക്ക് അയച്ചു. ജോഷുവയുടെ മരണം. പിന്നീട് കർത്താവിൻ്റെ ദാസനും നൂനിൻ്റെ മകനുമായ ജോഷുവ മരിച്ചു. അപ്പോൾ അവന് 110 വയസ്സുണ്ടായിരുന്നു. അവർ അവനെ ഗാഷ് മലയുടെ വടക്ക് എഫ്രായിം മലമ്പ്രദേശത്തുള്ള അവൻ്റെ അവകാശ സ്ഥലമായ തിമ്നാത്ത് സെറയിൽ സംസ്കരിച്ചു. ജോഷുവയുടെ കാലത്തും അവന് ശേഷവും ജീവിച്ചിരിക്കുന്നവരും കർത്താവ് ഇസ്രായേലിന് ചെയ്ത എല്ലാ കാര്യങ്ങളും കണ്ടവരുമായ ശ്രേഷ്ഠന്മാരുടെ കാലത്തും ഇസ്രായേൽ കർത്താവിനെ സേവിച്ചു. ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ജോസഫിൻ്റെ അസ്ഥികൾ ഇസ്രായേൽ ജനം ഷെക്കേമിൽ സംസ്കരിച്ചു. ഈ സ്ഥലം ഷെക്കേമിൻ്റെ പിതാവായ ഹാമോറിൻ്റെ മക്കളിൽ നിന്ന് 100 വെള്ളി നാണയത്തിന് യാക്കോബ് വാങ്ങിയതാണ്. അത് ജോസഫിൻ്റെ സന്തതികൾക്ക് അവകാശമായി. അഹ്റോൻ്റെ മകനായ എലെയാസറും മരിച്ചു. അവർ അവനെ ഗിബയായിൽ സംസ്കരിച്ചു. അത് അവൻ്റെ മകൻ ഫിനെഹാസിന് എഫ്രായിം മലമ്പ്രദേശത്ത് ലഭിച്ച പട്ടണമാകുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.